വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. നമുക്കിത് ഉച്ചക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ്, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 കഷ്ണം പട്ട, ഒരു 3 ഏലക്ക, 3-4 ഗ്രാമ്പു, ഒരു ബേ ലീഫ്, ഇത്രയും ചേർത്തിട്ടുണ്ട്. അതൊന്ന് വറുത്തെടുക്കുക. അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കുക. ഇത് ഞാൻ 1 കപ്പ് അരിക്കുള്ള അളവിനാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല, ഒന്ന് കടിക്കുന്ന പരുവം മാറിയാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു പഴുത്ത തക്കാളി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ മെയിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് സോയ ചങ്ക്സ് ആണ് കേട്ടോ. നമ്മുടെ സോയ ഉണ്ടല്ലോ, അത് ഒരു 10-15 മിനിറ്റ് നല്ല ചൂടുവെള്ളത്തിൽ കുതിർത്തിയിട്ട് അതിന് ശേഷം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം ചേർത്തിട്ടില്ല. അത് ഏകദേശം ഒരു 1/4 കപ്പിൻ്റെ 1/2 കപ്പിൻ്റെ ഇടയിൽ എടുത്തിട്ടുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ മുരിങ്ങയിലയാണ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം ചീരയില ആയാലും കുഴപ്പമില്ല. അത് ഏകദേശം 1/2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. കഴുകി എടുത്തതിന് ശേഷമാണ് കേട്ടോ 1/2 കപ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്തിട്ടുണ്ട്. കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഇലക്കറികളൊക്കെ കഴിക്കാനും അതുപോലെ തന്നെ സോയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ലതാണ്. ഭയങ്കര പ്രോട്ടീൻ റിച്ച് ഒക്കെയാണ്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. അത് ഞാൻ കാണിക്കാൻ പറ്റിയിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ഞാൻ 1 കപ്പ് ബസ്മതി അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാ നെയ്ച്ചോറ്റിൻ്റെ അരി ആയാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് കഴുകി ഒരു 1/2 മണിക്കൂർ കുതിർത്തി വെച്ചതിന് ശേഷം വെള്ളം മുഴുവൻ കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അരി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അത് നെയ്ച്ചോറിൻ്റെ മറ്റേ ജീരകശാല അല്ലെ കൈമ അങ്ങനത്തെ അരിയാണെങ്കിലും ഈ അളവ് തന്നെ മതി. അപ്പോൾ ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു പണിയില്ല കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. രാവിലെ എണീറ്റ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യം നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ ഓൾറെഡി നേരത്തെ ഇട്ടതാണ്. അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. പിന്നെ പ്രഷർ മുഴുവൻ പോയതിന് ശേഷം വേണം നമ്മളിത് തുറക്കാനായിട്ട്. അപ്പോഴേക്കും ചോറ് നല്ല സെറ്റായിട്ടുണ്ടാവും. പിന്നെ ഈ ചൂടോടെ തന്നെ നമ്മൾ തുറന്നിട്ട് അപ്പം തന്നെ കുത്തി ഇളക്കിയിടരുത്, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കാരണം ചോറ് നല്ലപോലെ സോഫ്റ്റായിട്ട് കുഴഞ്ഞിരിക്കണ പോലെ ഉണ്ടാവും. നമ്മൾ അപ്പം തന്നെ കുത്തി ഇളക്കി കഴിഞ്ഞാൽ നല്ലോണം കുഴഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് റൈസ് നമുക്ക് കിട്ടും. അപ്പോൾ അതേ ഇവിടെ ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് കണ്ണൂർ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യണേ. അപ്പോൾ താങ്ക്